നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ പണ്ട് പാട്ടുകൾ പോപ്പുലറൈസ് ആയിരുന്നതിന്റെ വലിയൊരു റീസൺ ഈ സ്റ്റേജ് പരിപാടികളും കൂടിയാണ്. അപ്പൊ സ്റ്റേജിൽ പാടാൻ പറ്റിയ പാട്ടുകൾ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തും, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ പെടുത്താവുന്ന ഇന്നും താരനൂപുരവും കളിവീടുറങ്ങിയാലും സ്റ്റേജിൽ പാടാവുന്ന, ഞാൻ എന്റെ ബാനർ പ്രോഗ്രാംസിനൊക്കെ ഇന്നും പാടാറുണ്ട് കളിവീടുറങ്ങിയാലും. അത് ഒഴിവാക്കി എനിക്ക് അല്ലെങ്കിൽ താരനൂപുരം പാടാറുണ്ട്. അപ്പൊ അതൊരു ഭാഗ്യാണ്. താരനൂപുരൊക്കെ ഒരു കംപ്ലീറ്റ് ക്ലാസിക്കൽ ആയിട്ടുള്ളൊരു പാട്ടുകൾ, ഗംഭീര പാട്ട്. പിന്നെ ദാസങ്ങളുടെ ഒക്കെ ഒപ്പം ഒരു പാട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും വീട്ടിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നമുക്ക് അന്നറിയില്ല അതിന്റെ ഒന്നും ഗ്രേറ്റ്നെസ്. അത് മാത്രല്ല, ഞാൻ ദാസങ്ങളുടെ ഒപ്പം കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദാസങ്ങളുടെ ഇപ്പുറത്ത് നിന്നിട്ട് നമ്മളൊരു പരിപാടി പാടുക എന്നൊക്കെ പറയുമ്പോഴേ, ഇപ്പൊ ഈ 6ാം തമ്പുരയിലേക്ക് വന്നത് അത് രഞ്ജിയേട്ടൻ വിളിച്ചതാ, രാജു അങ്കിളിന്റെ അവിടെ തന്നെ. ഞാൻ ആന്റി ഒരു ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ വിളിച്ചു, മോളെ നീ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് പറയാണ്ട് പിന്നെ എന്താ ഞാൻ പറയാ ചോദിച്ചു.